ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഭക്ഷണം കഴിച്ച സൗദി അറേബ്യയിലെ രാജാവ് നാളെ തൻ്റെ ജോലിക്കാരൻ്റെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കും. അതാണ് ഇസ്ലാം മതവിശ്വാസികൾ. ഇവിടെ രാജാവെന്നോ പ്രജയെന്നോ താഴ്ന്ന ജാതിയെന്നോ പണിക്കാരനെന്നോ അല്ലെങ്കിൽ കാശില്ലാത്തവനെന്നോ എന്നുള്ള വിവേചനമൊന്നും ഇവിടെ ഇസ്ലാം മതവിശ്വാസികൾ കാണിക്കാറില്ല. മുതലാളിയായ ഒരു മനുഷ്യൻ സ്വന്തം തൊഴിലാളിയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് ഒരേ തീന്മേശയിലിരുന്ന് ഭക്ഷണം കഴിക്കും. അതാണ് ഇസ്ലാം മതവിശ്വാസികളുടെ പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്ന ആതിഥ്യ മര്യാദ. ഖുർആനെ പിൻപറ്റി ജീവിക്കുന്ന ഇസ്ലാം മതവിശ്വാസികൾക്ക് ഒരാളെയും കൊല്ലാൻ പാടില്ല, ഒരാളെയും കൊല്ലാൻ പറ്റില്ല. ഖുർആന്റെ മനോഹരമായ ഈ വാക്കുകൾ ഒന്ന് കേൾക്കും. വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം സൂറത്തുൽ മാഇദ 32-ാം ആയത്ത് ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. വല്ലവനും ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് മനുഷ്യരെ മുഴുവൻ കൊലപ്പെടുത്തിയതിന് തുല്യമാകുന്നു. ഒരാളുടെ ജീവൻ വല്ലവനും രക്ഷിച്ചാൽ അത് മനുഷ്യരുടെ മുഴുവൻ ജീവൻ രക്ഷിച്ചതിന് തുല്യമാകുന്നു. സയ്യിദ് ആദിൽ ഹുസൈൻ ചെയ്തത് ലോകത്തെ മുഴുവൻ രക്ഷിക്കാനുള്ള മനസ്സോടുകൂടിയാണ് സ്വന്തം ജീവൻ വെടിഞ്ഞത്, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി. സംഘപരിവാരത്തിൻ്റെ എല്ലാ ശാഖകളിലും വളർന്നു വരുന്ന കുഞ്ഞു മക്കളിൽ ഇസ്ലാം വിരോധം കുത്തിനിറക്കുന്ന വിചാരധാര എന്നൊരു ഗ്രന്ഥമാണ് ഈ കുട്ടികൾ പഠിക്കുന്നത്. അങ്ങനെ ഈ വളർന്നു വരുന്ന കുട്ടികൾക്ക് കടുത്ത ഇസ്ലാം മതത്തോടുള്ള വെറുപ്പും ദേഷ്യവുമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇതല്ലേ യഥാർത്ഥ തീവ്രവാദം? ഇവരുടെ വിചാരധാര എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് ന്യൂനപക്ഷങ്ങളായ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഉന്മൂലനം ചെയ്യുക. ഇതാണ് ഇവർ ശാഖകളിൽ പഠിക്കുന്നത്, ഇതാണ് ഇവർ ശാഖകൾ പഠിപ്പിക്കുന്നത്. ഈ ഇസ്ലാം വിരോധം കൊണ്ടാണ് ഇന്നത്തെ കുഞ്ഞുമക്കൾ വളർന്നു വലുതായി പുരുഷന്മാരായി ഈ വിരോധം കൊണ്ട് നടക്കുന്നത്. ഇതാണ് തീവ്രവാദം. 1000 നാവുള്ള അനന്തന്മാരെ പോലെ മൂർച്ചയേറിയ വാക്കുകളാൽ ഇസ്ലാം മതത്തെയും ഇസ്ലാം വിശ്വാസികളെയും കീറിമുറിക്കുന്നു ഈ സംഘപരിവാരം. ഒരു മുസൽമാനും എന്തേ എന്ന് ചോദിക്കുന്നില്ല. കാരണം അവരെ പഠിപ്പിച്ചിട്ടുള്ള പ്രവാചകൻ സഹനശക്തി എന്താണെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്.